ഈ ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടൊരു പദ്ധതിയുണ്ട്, ഒരു ജീവിതത്തിന്റെ സിലബസ് ഉണ്ട്, മഹാ ആദർശമുണ്ട്. തെറ്റുകൾ പിണയാത്തതിന്റെ കരിനിഴലുകൾ പോലും കടന്നു വരാത്ത ജബലുൻ നൂറിന്റെ മുകളിൽ നിന്ന് തുടക്കം കുറിച്ച മഹാവിശുദ്ധ ഖുർആനില്ലയോ? ആ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമായ ഹബീബിന്റെ സുന്നത്തില്ലയോ? അതിന് കലർപ്പില്ലാതെ സ്വീകരിക്കുന്നവർക്കാണ് നേരത്തെ പറഞ്ഞ വിജയമുള്ളത്. പക്ഷേ നമ്മുടെ സമൂഹത്തെ പരിശോധിച്ചു നോക്കിയാൽ ആചാരങ്ങളും പല കർമ്മങ്ങളും പല പ്രവർത്തികളും ചെയ്യുന്നത് 3 അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. ആ 3 അടിസ്ഥാന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? എന്ത് കാര്യം ചെയ്യുമ്പോഴും ജനങ്ങളൊക്കെ പറയാറുള്ളത് നല്ലതല്ലേ എന്നാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഉസ്താദേ മൗലവി നല്ലതല്ലേ, എന്താണ് ഇതിനെ എതിർക്കാൻ മാത്രം ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുന്ന മാന്യദേഹങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരോട് ഞാനൊരു സംഭവം കേൾപ്പിച്ചു തരികയാണ്. നമ്മുടെ പ്രവാചകന്റെ വിയോഗശേഷം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം കൂഫ എന്ന് പറയുന്ന നാട്ടിൽ ഒരു സംഭവം നടന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്. ആ സംഭവത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണ്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമാ. ഈ 2 സഹാബികളുടെയും സംഭവമാണ് ഈ സംഭവത്തിലുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഇസ്ലാമിക ഭരണം കൂഫയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ കൂഫയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയുണ്ടായിരുന്ന ചില ആളുകൾ കൂഫ പള്ളിയിൽ വട്ടമിട്ടിരിക്കുകയാണ്, ഹൽക്ക കൂടുകയാണ്, ഒരുമിച്ചിരിക്കുകയാണ്. ആ ഒരുമിച്ചിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഹദീസുകളിൽ നമ്മൾക്ക് കാണാം. റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തളിറൂന അസ്സലാ. നമസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിൽ വട്ടത്തിലിരിക്കുന്ന ആളുകളാണ്, നിസ്കരിക്കാൻ വേണ്ടി വന്ന മുസ്ലിമീങ്ങളാണ്. അവരതാ പള്ളിയിൽ ഇങ്ങനെ ഒരു ഹിലക്കൻ, ഒരു ഹൽക്ക കൂടുകയാണ്, വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വട്ടത്തിലിരിക്കുന്ന ആളുകളുടെ കൈകളിലെല്ലാം ഹസ്വൻ, കുറച്ച് മണിക്കല്ലുകളുണ്ട്, ചെറിയ ചെറിയ കല്ലുകളുണ്ട്. ആ കല്ലുകൾ അതാ ആ വട്ടത്തിന്റെ നടുവിലിരിക്കുന്ന അമീർ പറയുന്നു. എന്താ പറയുന്നത്? കബ്ബിറൂ മിഅ, 100 വട്ടം നിങ്ങൾ തക്ബീർ ചൊല്ലൂ എന്ന് പറയുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ മുമ്പിലുള്ള കുഴിയിലേക്ക് ഓരോ കല്ലിടുകയാണ്. അതുപോലെ തന്നെ ഹല്ലിലൂ മിഅ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ ഓരോ കല്ലുകളും ആ കുഴിയിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ സബ്ബിഹൂ മിഅ, 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറയുമ്പോ ആ 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴും നേരത്തെ ചെയ്തതുപോലെ ഓരോ കല്ലുമണികളും ആ മുമ്പിലത്തെ കുഴിയിലേക്ക് പെറുക്കിയിടുകയാണ്, മുമ്പത്തെ കുഴിയിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ആര് കയറി വരുന്നത്? മഹാനായ അബൂ മൂസൽ അശ്അരി വരുന്നത്. അബൂ മൂസൽ അശ്അരി ഈ രംഗം കണ്ടപ്പോ ആ സമയത്താണ് അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചു ചെന്നുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന സഹാബിയോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ് തങ്ങളെ, പള്ളിയിൽ ചില ആളുകൾ വട്ടം കൂടിയിരുന്ന് തക്ബീർ ചൊല്ലുന്നു, പള്ളിയിൽ വട്ടം കൂടിയിരുന്ന് ചില ആളുകൾ തഹ്ലീൽ ചൊല്ലുന്നു, പള്ളിയിൽ വട്ടം കൂടിയിരുന്ന് ചില ആളുകൾ കബ്ബിറൂ മിഅ അത് ചൊല്ലുന്നു. ഇത് കേട്ടപ്പോഴാണ് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂ മൂസൽ അശ്അരിയോട് ചോദിക്കുന്നത്, ഫമാദാ ഖുൽതു ലഹും, താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? ഈ കാഴ്ച കണ്ടപ്പോൾ താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? അബൂ മൂസ പറയുകയാണ്, മാ ഖുൽതു ലഹും ശൈആ ഇന്തിളാറ റഈക. മഹാനവറുകളെ, താങ്കളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്ന് വിചാരിച്ചു, ഞാനൊന്നും പ്രത്യേകിച്ച് അവരോട് പറഞ്ഞില്ല. ഇബ്നു മസ്ഊദ് പ്രതികരിച്ചത് എന്താണെന്നറിയുമോ? ഇത് എന്നോടാണ് ഞാൻ പറയുന്നത്, ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല, മതത്തെ സ്നേഹിക്കുന്നവരോട് മാത്രമാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് ആ വട്ടം കൂടി തക്ബീർ ചൊല്ലിയ, തഹ്ലീൽ ചൊല്ലിയ, സുബ്ഹാനല്ലാഹ് ചൊല്ലിയ ആളുകളെ കുറിച്ചുകൊണ്ട് അബൂ മൂസയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അഫലാ അമർതുഹും അയ്യുദ്ദൂ സയ്യിആതിഹിം. ഓ അബൂ മൂസൽ അശ്അരി, താങ്കൾക്ക് അവരോട് അവരുടെ പാപങ്ങളെ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? താങ്കൾക്ക് അവരോട് അവരുടെ പാപങ്ങൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? ധൃതിപ്പെട്ടുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പള്ളിയിലേക്ക് എത്തിപ്പെടുകയാണ്. ആ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും
ആ തക്ബീറും ചൊല്ലുന്ന ആളുകളോട് ഇബ്നു മസ്ഊദ് ചോദിച്ച ചോദ്യം എന്താണ്? എന്തൊരു നല്ല പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മെയും അറിയിക്കണ്ടേ എന്നല്ല. വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ മാ അസ്റഹലത്തിക്കും, മുഹമ്മദ് നബിയുടെ സമൂഹമേ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. ഹഉലാഇ സ്വഹാബത്തു നബിയ്യിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതവാഫിറൂൻ, നിങ്ങളുടെ ഹബീബായ പ്രവാചകന്റെ അനുചരന്മാർ മരിച്ചു തീർന്നിട്ടില്ല. വഹാദിഹി സിയാബഹു ലം തബൽ, ആ ഹബീബായ പ്രവാചകൻ ഉടുത്തിരുന്ന ഡ്രസ്സുകൾ മണ്ണിലേക്ക് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതഹു ലം തുക്സർ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉടഞ്ഞു തീർന്നിട്ടില്ല. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങൾ മുഹമ്മദ് നബിയുടെ മാർഗത്തേക്കാൾ ഉത്തമമായ മാർഗം അന്വേഷിക്കുകയാണോ?